Hey, hello friends, welcome back. How are you guys? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ടുഡേ ഇസ് എ ബിഗ് ഡേ. അപ്പൊ ഇന്നൊരു വലിയ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ ടു മൈ തളപതി വിജയണ്ണ. അപ്പം ഇന്ന് എന്റെ ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള തളപതി വിജയണ്ണന്റെ ബർത്ത്ഡേ ആണ്. 50ാമത്തെ ബർത്ത്ഡേ. 50 വയസ്സായി തളപതിക്ക്, കണ്ടാ പറയൂ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തളപതി വിജയണ്ണന്റെ 50ാമത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഗോസ്റ്റ് സിനിമയുടെ ചെറിയൊരു ഗ്ലിംസ് ഒക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ ഗോഡ്സ് ബർത്ത്ഡേ ഷോട്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്ലിപ്പ് യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട് അവര്. അപ്പം അതൊന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ കൽക്കിയുടെ ഒരു ട്രെയിലർ ഇറങ്ങി കേട്ടോ. അതും കൂടെ രണ്ടും കൂടെ റിയാക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ എന്തായാലും എന്റെ ലൈഫിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ദിവസം തന്നെ പറയാം. ഗോട്ടിന്റെ ഷൂട്ടിന് വേണ്ടി തളപതി ഇവിടെ വന്നിരുന്നല്ലേ തിരുവനന്തപുരത്ത്. അപ്പോഴ് ഹയാത്തിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ലാസ്റ്റ് ഡേക്ക് മുമ്പുള്ള ദിവസം വരെ നോക്കിയാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരു തരത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവസാനത്തെ ദിവസം, അതായത് ലാസ്റ്റ് സ്കെഡ്യൂളിന്റെ അന്ന് തന്നെ ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടെ കോളേജ് വിട്ട് നേരെ ഹയാത്തിലോട്ട് പോയേട്ടാ. അത് തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. പക്ഷെ തൊട്ട് ഫ്രണ്ടില് ഏകദേശം ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ തളപതി വിജയണ്ണനെ കാണാൻ പറ്റി. അത് വലിയൊരു ഡേ ആയിരുന്നു. ഇന്ന് തന്നെ എനിക്ക് അവനെ അത് ചിന്തിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തളപതിയെ കണ്ടെന്നുള്ളത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ അതിന്റെ ഷോർട്സ് എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് ഇത്ര 128-9K സംതിങ് വ്യൂസ് ഒക്കെ ആയി. അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. പരസ്യം എനിക്ക് തമിഴ് ആക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ഇനി മോഹൻലാലിനെ AGS Entertainment Kalabadi S3. Bike chase. It's time to hear the unheard. It's the unknown the God. Get ready, number and please. Forget Prabhu hero. Ivan Shankar Ravi. Full bike chase കേട്ടോ, ഡോമിനറില്. ഓ ഡബിൾ റോൾ. തളപതി വിജയ് is the GOAT. The greatest of all time. വേൾഡ് സെപ്റ്റംബർ 5. ആഹാ, സെപ്റ്റംബർ 5 ഇറങ്ങും. ഇനി എത്ര മാസം ഉണ്ട്? ഇപ്പൊ ജൂൺ അല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 3 months to go. എടാ വിഷയം. ഡൊമിനാറിലെ ചെയ്സ് കേട്ടോ. കുറെ പേര് പറഞ്ഞ് ഭയങ്കര വൃത്തികേടായിരിക്കും. അതായത് തളപതി വിജയണ്ണന്റെ ഒരു യങ് ക്യാരക്ടർ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് 18 വയസ്സ് റേഞ്ച് ആണെന്ന് തോന്നണ. അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. അപ്പം അത് പക്ഷെ കൊള്ളാം, വൃത്തികേടൊന്നുമില്ല. ഇത് എങ്ങനത്തെ ടൈം, ഇനി ടൈം ട്രാവൽ ടൈപ്പ് പടാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഒന്നെങ്കിൽ അച്ഛനും മോനും അങ്ങനെ ആയിരിക്കാം. ഹാപ്പി ബർത്ത്ഡേ ദ ഗോഡ്. തളപതി വിജയ് ഈസ് ദ ഗോഡ്. ലാസ്റ്റും കുറച്ച് ഫൈറ്റിന്റെ ഒക്കെ ചെറിയ ഷോർട്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ, പൊളിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു അവര് AI-യുടെ എന്തോ സപ്പോർട്ട് ഉണ്ടെന്തോ ഇത് യങ്ങാക്കിയത്. വൃത്തികേടൊന്നുമില്ല. കുറെ പേര് പറഞ്ഞ് വൃത്തികേടൊക്കെ ആയിരിക്കും, അങ്ങനെ പറഞ്ഞു. ഇത് വൃത്തികേടൊന്നുമില്ല. എനിക്ക് ഇതിനായിരിക്കും ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സൂപ്പർ. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ള മൂവിയാണ്. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെതും കൂടെ ആയതുകൊണ്ട് എന്തായാലും അടിപൊളി ആയിരിക്കും. നമുക്ക് എന്തായാലും ഒന്നും പറയില്ല. കുറച്ചു നാൾ മുമ്പ് ഇതിന്റെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഹിമാലയനിലെ മറ്റേ ചേസിങ് മറ്റേ ഫൈറ്റ് പോലെയാണ് കാണിക്കുന്നത്. ചിലപ്പോ രണ്ട് മറ്റേ ബൈക്ക് ചേസ് ഫൈറ്റ് ഒക്കെ കാണുമായിരിക്കും. ഇതിൽ മറ്റേ ഡൊമിനാറിന്റെ ഇതാണ് വന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഗ്ലിംസ്, നല്ല ഹൈപ്പ് പറഞ്ഞൊരു ഗ്ലിംസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ട്രെയിലർ എന്തായാലും മിക്കവാറും ഒരു സിനിമ ഇറങ്ങുന്നതിന് 1-2 ആഴ്ച മുമ്പൊക്കെ ഇറക്കുമെന്ന് തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ഓഗസ്റ്റ് ടൈമിലൊക്കെ ട്രെയിലർ ഇറക്കുമായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പൊ നമുക്കിനി അടുത്ത് കൽക്കിയുടെ ട്രെയിലർ ഇറങ്ങി കേട്ടോ. ഇന്നലെ കൽക്കിയുടെ ഒരു ഫുൾ ട്രെയിലർ ഇറങ്ങി. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇപ്പൊ 2 സെപ്പറേറ്റ് വീഡിയോ ഉണ്ടല്ലോ, ഒറ്റ ഇതിൽ തന്നെ രണ്ടും കൂടെ ചെയ്യാം.
കൽക്കി. അമിതാഭ് ബച്ചൻ. സമയം வந்துவிட்டது. സമയം വന്നുവിട്ടത്. இறைவனுள்ள அனைத்து உயிர்களும் സ്റ്റോണ്. அந்த இறைவனின் Mind stone. கருவில் உள்ளது. മൈൻഡ് സ്റ്റോൺ. വിഷൻ. എന്തൊന്ന് മേക്കിംഗ് ആടേ. ശോഭന. ശോഭന ഉണ്ട്. நான் காப்பாற்றுவேன். ஒரு பெரிய ബാഹുബലി ഇല്ല പ്രഭാസ്. காம்ப்ளெக்ஸ் ബാഹുബലി ഇല്ല പ്രഭാസ്. അമിതാഭ് ബച്ചന്റെ കിടുല ഫൈറ്റ് സീനെ കൊണ്ട് കേട്ടോ. പവർഫുൾ ക്യാരക്ടറാണ് പറഞ്ഞിട്ട്. ഓ പണ്ടത്തെ எத்தனை யுகமானாலும் எத்தனை மதிப்பு கொடுத்தாலும் ஆண்டவர் மாற தெரியாது. ഷേ ഇവര് VFX സൂപ്പർ. കുറച്ച് ഇമോഷണൽ ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ ഷേ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട് പാട്ട്. കൽക്കി. யுத்தத்தில் வெற்றி என்பது மரணத்திற்குத்தான். ഓ ഷെടോ. இந்த தடவை ப்ரிப்பேர்டா வந்திருக்கு. വാ 27. ഇനി ഒരു 6 ദിവസം കൂടെ ഉള്ളൂ ഇത് കാണാൻ പോണം കേട്ടോ. ഈ ഒരു ലിമിറ്റഡ് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ പറഞ്ഞില്ലേ. ലിമിറ്റഡ് എന്ന് വെച്ചാ മറ്റേ അയ്യോ ആദിപുരുഷന്റെ ഡയറക്ടർ ഇതൊക്കെ കണ്ടാ എടുത്തു വെച്ചേക്കുന്നത്. കിടിലം, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് കേട്ടാ. ഒരു ദിവസം തന്നെ 2 കിടിലം പടത്തിന്റെ ഒരു ഗോട്ടിന്റെ ഗ്ലിംസും പിന്നീട് എന്തത് കൽക്കിയുടെ ട്രെയിലർ രണ്ടും കൊള്ളാം. അപ്പൊ കൽക്കിയില് ദുൽഖറിന്റെ ഒക്കെ ക്യാമിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഉണ്ടായില്ലെന്ന് അറിഞ്ഞൂടാ. പിന്നെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ദുൽഖറൊക്കെയാണ്. അപ്പം എന്തായാലും ഇത് ഒരു കിടിലം പടമായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വിളിക്കുക. ബൈ ബൈ. സൈനിങ് ഔട്ട്. ബൈ ബൈ.